ഷിക്കാഗോ പ്രെയർ ലൈനിൻ്റെ ഈ പ്രഭാത മീറ്റിങ്ങിലേക്ക്, സായാഹ്ന മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമ്മോട് സംസാരിക്കുന്നത് പാസ്റ്റർ വിജി കെ എൽ, ഗ്ലോബൽ മിഷൻ ചർച്ച്, പാമ്പാടി, കോട്ടയം. കർത്താവിൻ്റെ ദാസന് നമ്മുടെ ഈ വാട്സാപ്പിലുള്ള നമ്മുടെ ഫ്ലയർ കണ്ടിട്ട് ആണ് നമ്മുടെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതിന് ആരംഭിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, ഒന്ന് രണ്ടാഴ്ചയായിട്ട് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവിചാരിതമായി എന്ന് നമ്മൾ ചിന്തിക്കൂ, എന്നാൽ കർത്താവിൻ്റെ നിഘണ്ടുവിൽ അവിചാരിതം എന്ന് ഒന്നും ഇല്ലല്ലോ. നമുക്കേ ഉള്ളൂ അവിചാരിതമായി കണ്ടു എന്നൊക്കെ പറയുന്നത്. കർത്താവ് തക്ക സമയത്ത് വേണ്ട ആളുകളെ കൂട്ടിക്കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. കർത്താവ് അങ്ങനെ ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാമ്പാടിയിലുള്ള ഗ്ലോബൽ മിഷൻ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുകയാണ്. അതൊരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ ദാസന് അല്പമായിട്ട് സാക്ഷ്യവും പിന്നീട് തിരുവചനവും സംസാരിക്കുന്നതാണ്. 30 മിനിറ്റ് ഉണ്ട്. ഇന്ത്യൻ സമയം 6:55, മാക്സിമം 7 വരെ കർത്താവിൻ്റെ ദാസനെ സംസാരിക്കുന്നതിന് സാവകാശമുണ്ടല്ലോ. നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. നമ്മൾ ഒരു കഥ കേൾക്കുന്നതിനോ ഒന്നുമല്ലല്ലോ. ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ ശക്തമായി വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നാം ആയിരിക്കുന്നെങ്കിൽ ഇന്നത്തെ കൂട്ടായ്മ നമുക്ക് അനുഗ്രഹമായി തീരും. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിജി കെ എല്ലിന് ഈ ഷിക്കാഗോ പ്രെയർ ലൈനിൻ്റെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ പക്ഷേ ഈ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നു. കർത്താവിന്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാതയാമത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രത്യേകം ഇന്ന് രാവിലെ സമയം ഈ ഷിക്കാഗോ പ്രെയർ ലൈനിൽ കടന്നു വരുവാനും ഇവിടെ ആയിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാരോടും ദൈവമക്കളോടും ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിപ്പാനും എൻ്റെ സാക്ഷ്യം പറയുവാനും ദൈവവചനത്തിന് ഷെയർ ചെയ്യുവാനും അവസരങ്ങൾ ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ്, അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടിയതായ കർത്താവിൻ്റെ ദാസൻ, പ്രാർത്ഥിച്ചതായ പ്രിയപ്പെട്ട ദൈവദാസി, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന അനുഗ്രഹീതരായ ശ്രേഷ്ഠ ദൈവദാസിമാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാതത്തിൽ ഉള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ ടൈം രാവിലെ പ്രഭാതമാണല്ലോ. വിവിധ സമയങ്ങളിൽ ഇരുന്ന് ഇതിനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ ഞാൻ പ്രാവശ്യവും കൂടെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളെ എല്ലാം കാണുവാനും നിങ്ങളെ ഈ മീറ്റിങ്ങിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ മീറ്റിങ്ങിൽ പങ്കുചേരുവാൻ കർത്താവ് നൽകി തന്ന വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുകയാണ്. ഞാൻ ഇവിടെ കോട്ടയം ജില്ലയിൽ പാമ്പാടിയാണ് എൻ്റെ താമസമെങ്കിലും ഞാൻ സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ കൊടുങ്ങൂരാണ് താമസിക്കുന്നത്. ഒരു ചെറിയ പ്രവർത്തനമാണ്, നേരത്തെ ഒരു വലിയ പ്രവർത്തനമായിരുന്നെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളാൽ കൂടി വന്ന ആൾക്കാരൊക്കെ മാറിപ്പോകുവാനിടയായി തീർന്നു. അതിനുശേഷമാണ് ഞാനിവിടെ വന്ന് ഈ സഭ ശുശ്രൂഷ ഏറ്റെടുപ്പാനിടയായി തീർന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, ഏകദേശം 4 കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഓരോരോ പ്രശ്നങ്ങളിലൂടെ വന്നപ്പോൾ അത് കടന്നുപോയി. ഞാനിവിടെ പാർസനേജിലാണ് താമസിക്കുന്നത്. ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾ പഠിക്കുന്നു, ഒരാൾ വീട്ടിലുണ്ട്. മൂത്തയാള് ആൺകൊച്ച്, ഇളയാള് പെൺകൊച്ച്. ഞങ്ങള് ദൈവകൃപയിൽ ഞങ്ങൾ ഇവിടെ താമസിച്ച് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ദൈവം ഞങ്ങളെ ശ്രേഷ്ഠമേറിയ നിലകളിൽ ഞങ്ങൾ ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താലാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല വിശാലതയുള്ള ഒരു പ്രവർത്തന മേഖലയാണ് ഈ ഞാൻ താമസിക്കുന്ന ഇളമ്പള്ളി എന്ന് പറയുന്നതായ സ്ഥലം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദേശമാണ്. ഒത്തിരി സഭകളുണ്ട്. അപ്പോൾ തന്നെ ഈ എളിയ സഭ ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ 1989 രക്ഷിക്കപ്പെടുവാനിടയായിട്ടുണ്ട്.
രക്ഷിക്കപ്പെട്ടതിന് ശേഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ദൈവവചനം പഠിച്ച് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള വലിയൊരു താല്പര്യം, മനസ്സിൽ വലിയൊരു ആഗ്രഹമായി കർത്താവിന്റെ വേല ചെയ്യണം. അത് രക്ഷിക്കപ്പെട്ട സമയത്ത് മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരോടും ചോദിച്ചില്ല, ആ ഞാൻ ആരോടും പറഞ്ഞുമില്ല. എൻ്റെ മനസ്സിൽ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെയുണ്ടെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, അന്ന് വചനമൊന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് വചനം കുറിച്ച് പഠിക്കണം, അതുകൊണ്ട് എനിക്കൊരു വഴി ഒരുക്കി തരണം, ഒരു മുഖാന്തരം ഒരുക്കി തരണം. സാമാന്യ വിദ്യാഭ്യാസമൊക്കെ ഉള്ളൂ. ഞാൻ ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ 1983 എനിക്ക് തെങ്കാശിയിൽ തമിഴ്നാട്ടിൽ ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാൻ കർത്താവ് ഒരു അവസരം ഒരുക്കി തന്നു. അതിനുശേഷം ഞാൻ അവിടുത്തെ 1 ഇയർ കോഴ്സ് ആയിരുന്നു. ആ കോഴ്സ് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് അല്പം കൂടെ വചനം പഠിക്കണം, ദൈവവചനം എനിക്ക് പഠിക്കണം. അതിനുശേഷം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നു പോകണമെന്ന് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ ദിവസേന ഞാൻ വളരെ പ്രാർത്ഥിച്ചു. എനിക്ക് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ്, തിരുവല്ലയിലുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ എനിക്ക് പിന്നെയും 2 വർഷം കൂടെ പഠിക്കുവാനുള്ള ഒരു അവസരം ദൈവം തമ്പുരാൻ നൽകി. ഞാൻ വിശ്വാസത്തിൽ വന്നിടയ്ക്ക് ഞാനിങ്ങനെ സുവിശേഷ വേലയിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. എനിക്ക് ഈ കുഷ്ഠരോഗിയുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്നും അവിടെ ഒരു വലിയൊരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എന്തോ എനിക്ക് അവരുടെ ഇടയിൽ എനിക്ക് പ്രവർത്തിപ്പാൻ എനിക്ക് കഴിയാതെ പോയി. ഞാൻ ബൈബിൾ കോളേജിലെ പഠനത്തിന് ശേഷം 96 ഞാൻ നോർത്ത് ഇന്ത്യ ബീഹാറിലേക്ക് കടന്നു പോകാൻ ഇടയായിട്ടുണ്ട്. ദൈവം എനിക്ക് ബീഹാറിൽ ഒരു അവസരം പ്രവർത്തിപ്പാൻ, പൂർണിയയിൽ പോയി പ്രവർത്തിപ്പാൻ ഒരു അവസരം ഉണ്ടായി. അവിടെ ചില നാളുകൾ ഞാൻ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിപ്പാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എനിക്കൊരു വിവാഹ ജീവിതം ദൈവം എനിക്ക് തന്നു. അങ്ങനെയാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം ഞാൻ ദിവസേനയിൽ ഞാൻ പ്രാർത്ഥിച്ചൊരു വിഷയമുണ്ട്, കർത്താവേ എനിക്കൊരു ആൺ തലമുറ എനിക്ക് നൽകി തരണം, എനിക്കൊരു ആൺ തലമുറ നൽകി തരണം. ഞാൻ ദിവസേനയിൽ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു ആൺ തലമുറ നൽകുവാൻ ഇടയായി. അതിനുശേഷം ഞാൻ പിന്നെയും ദിവസേനയിൽ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു പെൺ തലമുറയും കൂടെ എനിക്ക് നൽകി തരണം. അങ്ങനെ ദൈവം എനിക്ക് ഒരു പെൺകൊച്ചിനെയും കൂടെ എനിക്ക് നൽകുവാൻ. അങ്ങനെ ദൈവസന്നിധി ഞാൻ ചോദിച്ചതെല്ലാം കർത്താവ് എനിക്ക് നൽകി തരുവാനൊക്കെയായി. എന്നാൽ അവിടെ ഞാൻ നോർത്ത് ഇന്ത്യയിലെ കുറെ നാൾ വർക്ക് ചെയ്തതിന് ശേഷമായിട്ട് എനിക്ക് പിന്നെ ഭാര്യ പ്രഗ്നന്റ് ഒക്കെ ആയതിനു ശേഷമായിട്ട് എനിക്ക് അവിടെ കടന്നു പോകാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പിന്നെ നാട്ടിൽ കടന്നു വന്ന് അതിനുശേഷം എനിക്ക് പോകാനുള്ള ഒരു സാഹചര്യം എനിക്ക് ലഭിക്കപ്പെട്ടു. 2010 ഞാൻ വീണ്ടും ദൈവത്തോട് പറഞ്ഞു, കർത്താവ് തുടർമാനമായി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് പിന്നെയും എനിക്ക് നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകണം, നോർത്ത് ഇന്ത്യയിലെ വേല എനിക്ക് വലിയ ഇഷ്ടമാണ്. 2010 കടന്നു പോകാൻ ഞാൻ ദിവസേന പ്രാർത്ഥിച്ചു. അങ്ങനെ കടന്നു പോകണമെന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിക്കപ്പെട്ടു. ഞാൻ സഭയിൽ പറഞ്ഞു, ഞങ്ങളുടെ ചുറ്റുപാടെല്ലാം പറഞ്ഞു. ഞങ്ങൾ കുടുംബമായിട്ട് എൻ്റെ അമ്മയുണ്ട്, അച്ഛൻ മരിച്ചു പോയിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പോവുക. കുഞ്ഞുങ്ങളൊക്കെ 3, 4, 2 മൂത്തയാള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയാള് പോകാൻ തുടങ്ങിയില്ല. അപ്പൊ അങ്ങനെ 2010 ഞാനിങ്ങനെ പോകാൻ വേണ്ടി ആഗ്രഹിച്ചെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് പോകുവാൻ കഴിഞ്ഞില്ല. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ അല്പം കൂടെയൊക്കെ അറിവായി, കുഞ്ഞുങ്ങളൊക്കെ കുറെ കൂടെ വിദ്യാഭ്യാസമൊക്കെ 3-ലൊക്കെ ആയി. ഇങ്ങനെ ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ് ഇനിയിപ്പോ നോർത്ത് ഇന്ത്യയിൽ പോകുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ട് പോയി, അവിടെയുള്ള താമസങ്ങള്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചതായ ആ പ്രസ്ഥാനം എന്നോട് പറഞ്ഞു, വിജി ഇപ്പം തണുപ്പാണ്, അതുകൊണ്ട് ഡിസംബറിന്റെ സമയം, അതുകൊണ്ട് ഇപ്പം വരണ്ട, ഞങ്ങള് ഈ തണുപ്പിന്റെ കാലശേഷം ഞങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞെങ്കിലും എന്റെ പ്രത്യേകമായ ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് അവിടെ പോകുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഞാൻ വേല ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കേരളത്തിൽ വേല ചെയ്യുവാൻ തുടങ്ങി. വിവിധമായ സ്ഥലങ്ങളിൽ, കേരളത്തിന്റെ വിവിധമായ ഇടങ്ങളിൽ കടന്നു പോകാനും പ്രവർത്തിപ്പാനും ഒക്കെ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ സുവിശേഷ വേലക്കാരനായിരിക്കുമ്പോൾ തന്നെ ഞാൻ പരസ്യവും കൂടെ ചെയ്യുന്നയാളാണ്. എനിക്ക് പരസ്യവും വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. സഭാ ശുശ്രൂഷയേക്കാൾ അധികമായി എനിക്ക് വലിയ ആത്മസംതൃപ്തി നൽകിയത്, സഭാ ശുശ്രൂഷ ആത്മസംതൃപ്തി നൽകിയില്ല എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നിയത് പരസ്യങ്ങളിൽ കർത്താവിനെ സാക്ഷീകരിക്കുകയും ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെ നമുക്ക് ലഭിക്കാത്ത വലിയൊരു സന്തോഷമാണ് നമുക്ക് ഈ പരസ്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്നത്. ഞാൻ ഏകദേശം 60-70 കിലോമീറ്ററൊക്കെ ഞാൻ ഇടുക്കി തൊടുപുഴയാണോ ഇടുക്കി ജില്ലയാണോ എന്ന് അറിയില്ല, ഇടുക്കി ജില്ലയാണെന്ന് തോന്നുന്നു. ഞാൻ മേലുകാവ് എന്നൊരു സ്ഥലത്ത് ഇലവീട പൂഞ്ചിറ, ഇവിടുന്ന് ഏകദേശം 70 കിലോമീറ്ററോളം ദൂരമാണ്.
ഞാൻ അവിടെ പോകുമായിരുന്നു. അവിടെ പോയി ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, പ്രവർത്തിക്കുമായിരുന്നു. ചില സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ആരെങ്കിലും വിളിച്ചാൽ ചിലപ്പോൾ ആരും സുവിശേഷ വേലയ്ക്ക് പൊതുവെ ആൾക്കാർക്ക് സഭയാ ചർച്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. സഭാ യോഗം ചെയ്യുന്നതും സഭാ ആരാധന നടത്തുന്നതും ഇഷ്ടമാണ്. പക്ഷെ പൊതുവേദിയിൽ ഇറങ്ങി സുവിശേഷ വേല ചെയ്യുക, പരസ്യയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പം കിട്ടിയെന്ന് വരിക. എന്നാൽ ഞാൻ അവിടെ പോയി പരസ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലർ സ്വതരാഴ്ച കൊണ്ട് തരാറുണ്ട്. അതൊക്കെ വലിയ അനുഗ്രഹം. ചിലർ വന്ന് സ്വതരാഴ്ചയൊക്കെ തരും. പക്ഷെ ചായ കുടിച്ചു, പക്ഷെ വണ്ടിക്കൂലിക്കുള്ള പൈസ എന്നൊക്കെ പറഞ്ഞ് ചിലർ തരാറുണ്ട്. വലിയ സന്തോഷമാണ്, ജീവിതത്തിൽ ലഭിക്കപ്പെടുന്ന വലിയ നന്മയാണ്. അത് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒത്തിരി 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 അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പേര് ഞാൻ പ്രസംഗിക്കുമ്പോൾ കണ്ണുനീരോടെ വന്ന് അവര് മുമ്പിൽ വന്ന് നിന്ന് പക്ഷെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചില കുടുംബങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിപ്പാനൊക്കെ അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ നമുക്ക് മറക്കാനാവാത്ത വലിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷയിലും ഞാൻ കടന്നു ചെല്ലുന്നിടത്തൊക്കെ ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യമാണ് സുവിശേഷ വേലയൊന്നും. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യമാണ് മറ്റുള്ളവർക്ക് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പിന്നെ സുവിശേഷ വേല ചെയ്യുവാൻ കഴിയില്ല. കാരണം സ്വർഗത്തിൽ സുവിശേഷ വേലയില്ല, പരലോകത്ത് സ്വർഗരാജ്യത്തിൽ സുവിശേഷ വേലയില്ല. ഈ ഭൂമിയിൽ മാത്രമേ നമുക്ക് സുവിശേഷ വേല ചെയ്യുവാൻ കഴിയൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നാം ജീവിച്ചിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവിന്റെ വേല ചെയ്യുന്നവരാകട്ടെ. നമുക്ക് ആ താല്പര്യം, ഒരു ഹൃദയ താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുന്നതിലൂടെ നമുക്ക് വലിയ ആത്മസംതൃപ്തി ഉണ്ടാകും. അപ്പോൾ തന്നെ നമുക്ക് സ്വർഗരാജ്യത്തിൽ വലിയ പ്രതിഫലവും നമുക്കുണ്ടാകും എന്നുള്ള കാര്യം ദൈവമക്കളെ നാം മറന്നു പോകരുത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ സുവിശേഷം അറിയിക്കുന്ന ഒരു സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ സുവിശേഷ വേലയിൽ നാം ഒരിക്കലും മുന്നോട്ട് പോകരുത്, പുറകോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോയി ദൈവം ഏൽപ്പിക്കുന്ന സമയത്ത്, കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കർത്താവിന്റെ വേല നമുക്ക് ചെയ്യുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യും. ഞാൻ കർത്താവിന്റെ വേല ഞാൻ ഇപ്പോൾ കുറച്ചു നാളായിട്ട് എനിക്ക് പരസ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്കൊരു മൈക്ക് സെറ്റ് ഇല്ലായിരുന്നുകൊണ്ട്, എനിക്കൊരു മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ വർക്ക് ചെയ്യാതെ അത് കേടായി പോയത് കൊണ്ട് ഇപ്പോൾ ഞാൻ പരസ്യത്തിന് വേണ്ടി പോകുന്നില്ല. ഒരു മൈക്ക് സെറ്റിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ദിവസേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മൈക്ക് സെറ്റ് എനിക്ക് ലഭിക്കപ്പെടണം. അത് ദൈവരാജ്യത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അത് കാരണമായി തീരുന്നതിന് വേണ്ടി ഒരു മൈക്ക് സെറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ദൈവമക്കളെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുക, അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വലിയ ആത്മസംതൃപ്തിയാണെന്ന് ഞാൻ പറഞ്ഞു. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യം. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഞ്ചാബിൽ നിന്ന് ഒരു കർത്താവിന്റെ ദാസൻ വന്നു. ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ, സഭയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നിരാശയുണ്ടാകുമ്പോൾ, വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ഭാര്യ എന്നോട് പറയും, നിങ്ങൾ വെളിയിൽ പോയി പ്രസംഗിക്കുക, സുവിശേഷം അറിയിക്കുക. അങ്ങനെ അദ്ദേഹം പോയി പരസ്യവും നടത്തി മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് വലിയ സന്തോഷമാണെന്ന് അദ്ദേഹം പറയുവാനിടയായി. പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അത് വലിയൊരു സന്തോഷമാണ്. ഞാൻ എൻ്റെ കർത്താവിന്റെ വേലയെ, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഞാൻ പരസ്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ആദ്യം എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ഇപ്പോഴും എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു വാക്ക് പോലും പറയാൻ അറിയത്തില്ല. എന്താ പറയുന്നത്, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയത്തില്ല. എന്തെങ്കിലും എനിക്ക് അവസരം ലഭിക്കുമ്പോൾ ഞാൻ അത് പ്രസംഗിച്ചു തുടങ്ങുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രസംഗിച്ച് പലരുടെ കൂടെയും പ്രസംഗിച്ച് ഞാൻ ഒരിക്കലും ഒരു ദൈവദാസന്റെ കൂടെ പ്രസംഗിക്കുമ്പോൾ ദൈവം എനിക്കൊരു ഒരു ഒരു വഴി ഒരുക്കി തന്നു. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് ദൈവം ഒരു മുഖാന്തരം, എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു വഴിത്തിരിവായി. നമുക്ക് ചിലരുടെ കൂടെ ശുശ്രൂഷിക്കുന്നത്, ചിലരുടെ കൂടെ ആരാധിക്കുന്നത്, ചിലരുടെ കൂടെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായി മാറാറുണ്ട്. ചിലരോട് കൂടെയുള്ള നമ്മുടെ ജീവിതം, ചിലരുടെ കൂടെയുള്ള നമ്മുടെ സഹവാസങ്ങൾ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവിന് കാരണമായി തീരാറുണ്ട്. ഞാൻ ആ കർത്താവിന്റെ
ദാസന്റെ കൂടെ അന്ന് ഞാൻ പരിചയത്തിന് പോയി. അത് ദൈവം എനിക്ക് നൽകിയ ഒരു വലിയ വിടുതലായി. അതുവരെയും പ്രസംഗിക്കാത്ത, അതുവരെയും പ്രസംഗത്തിന്റെ രീതി മനസ്സിലാക്കാത്ത എനിക്ക് കർത്താവിന്റെ ദാസനിലൂടെ പോയപ്പോൾ ദൈവം എനിക്ക് ഒരു പ്രത്യേക ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞതിന് താല്പര്യം, ചിലരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്താൽ, ചിലരുടെ കൂടെ നമ്മൾ ആരാധനയ്ക്ക് പോയാൽ, ചിലരുടെ കൂടെ ഇരുന്ന് നാം പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവ് തന്നെ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഞാനിങ്ങനെ നമുക്ക് തിരുവചനത്തിൽ നമുക്ക് ദൃഷ്ടാന്തം കാണുന്നുണ്ട്. കർത്താവ് എലീശ എന്നൊരു പ്രവാചകൻ, അദ്ദേഹം ആ വലിയ ശുശ്രൂഷ ചെയ്തതിന്റെ കാരണത്തിന്റെ പിന്നിൽ ഏലിയാവ് എന്നൊരു വലിയ ശുശ്രൂഷകൻ ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഏലിയാവിന്റെ കൂടെയുള്ള ഏലീശയുടെ യാത്രകളും ശുശ്രൂഷകളുമാണ് പിൽക്കാലത്ത് എലീശയെ വലിയ പ്രവാചകനും വലിയ ശുശ്രൂഷകനുമാക്കിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ശുശ്രൂഷ മേഖലകള് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ചിലരോടുകൂടെയുള്ള സഹവാസം, ചിലരോടുകൂടെയുള്ള ബന്ധങ്ങള്, ചിലരോടുകൂടെയുള്ള പ്രാർത്ഥന. യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുവാൻ കഴിയുന്നതായ ഒരു ഭാഗമുണ്ട്. 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, 5-ാം അധ്യായം അതിന്റെ 13 മുതൽ 14 മുതലുള്ള വാക്യങ്ങളും അതിന്റെ 18 വരെ 20 വരെയുള്ള വാക്യങ്ങളാണ് 15 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഈ രാവിലെ സമയം ഞാന് വാത്സല്യ ദൈവമക്കളുമായി, ദൈവദാസന്മാരുമായി ഞാന് കർത്താവിൽ ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നതായ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വിശ്വാസവും പ്രാർത്ഥനയും. അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം ഞാൻ പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്നത്. എത്ര സമയം അതുകൊണ്ട് എനിക്ക് തീർക്കുവാൻ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എത്രത്തോളം എനിക്കത് പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. എങ്കിലും എനിക്ക് ലഭിക്കപ്പെട്ടതായ സമയത്തിന്റെ പരിധിയിൽ നിന്ന്, എനിക്ക് ലഭിക്കപ്പെട്ടതായ പ്രകാശനത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ മുമ്പാകെ ഈ തിരുവെടുത്ത് എനിക്ക് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ദൈവം എനിക്ക് നൽകിയതായ ഒരു ദൂത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൂത് എന്ന പകൽക്കാലം രാവിലെ സമയം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിപ്പാനായി കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ ദൈവം ഏൽപ്പിച്ചതായ ചില ദൂതുകള് നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ദൈവസേനയിൽ വളരെ പ്രാർത്ഥനയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസവും പ്രാർത്ഥനയാണ് യാക്കോബിന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രവൃത്തിയോട് കൂടിയുള്ളതായ വിശ്വാസം. പ്രവൃത്തി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഒരു ഭക്തന്റെ ജീവിതത്തിൽ വിശ്വാസവും പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുപോലെ വേണമെന്ന് യാക്കോബ് വളരെ ശക്തമായി തന്നെ ഈ യാക്കോബിന്റെ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് പ്രത്യേക പരാമർശിക്കുന്നുണ്ട്. ആ വ്യക്തി ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പരിചിതമല്ല. ഏലിയാവ് എന്ന മനുഷ്യനെ കുറിച്ചാണ്, ഏലിയാവ് എന്ന വ്യക്തിയെ കുറിച്ചാണ്. ആ ഏലിയാവിനെ കുറിച്ച് ദൈവവചനത്തിൽ യാക്കോബ് പരിചയപ്പെടുന്ന ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി എന്ന് പറഞ്ഞാൽ നമ്മെ പോലെ അതിശയകരമായ ഒരു അസാമാന്യ വ്യക്തിയല്ല. നമ്മെ പോലെ ഒരു സാധാരണക്കാരൻ, നമ്മെ പോലെ കോപിക്കുന്നവൻ, നമ്മെ പോലെ സങ്കടമുള്ളവൻ, നമ്മെ പോലെ നിരാശയുള്ളവൻ, നമ്മെ പോലെ സന്തോഷിക്കുന്ന, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പറയുന്നത് ഏലിയാവ് തന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്റെ ശുശ്രൂഷയിൽ വലിയ അത്ഭുതങ്ങള് ജീവിതത്തിൽ നടക്കുവാൻ ഇടയായിത്തീർന്നു. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രാപിപ്പാൻ കഴിയുള്ളൂ. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടുവാൻ കഴിയുന്നുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. പ്രാർത്ഥനയോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ട മറ്റൊരു കാര്യമാണ് വിശ്വാസവും പ്രാർത്ഥനയും ഒന്നിച്ചെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമുക്ക് എന്തെങ്കിലും പ്രാപിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. നമുക്കറിയാം തിരുവെടുത്ത് എന്താ പറയുന്നത്? വിശ്വാസത്തെ പറ്റി തിരുവെടുത്ത് വളരെ വ്യക്തമായി പറയുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലാണ് പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ പൂർവന്മാർക്ക് ലഭിക്കപ്പെട്ടതായ ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവികമായ വലിയ വിടുതൽ പ്രാപിപ്പാൻ കാരണമായി തീരുന്നത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത് വിശ്വാസം നമ്മൾ ജീവിതത്തിൽ വളരുന്ന വിശ്വാസമായിരിക്കണം.
ജീവിക്കുവാൻ കഴിയാതെ പോകുകയാണ്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വചനത്തിൽ നാം വളരുന്നവരായിരിക്കണം. കർത്താവ് പറഞ്ഞ ഒരു ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ കടുകുമണിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. കടുകുമണിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത് ചെറിയ സസ്യമാണ്. പക്ഷേ അത് വളർന്നു വലുതായി വൻമരമായപ്പോൾ അതിൽ അനേകം പക്ഷികൾ വന്ന് കൂടുകൂട്ടി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് അത് വളരുന്ന വിശ്വാസം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊന്നും, പലസ്തീൻ നാട്ടിൽ മിക്കവാറും ഞാൻ കേട്ടിട്ടുണ്ട്, പലസ്തീൻ നാട്ടിലൊക്കെ വലിയ വൻമരമാകുന്ന കടുക് വൃക്ഷങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ സസ്യങ്ങളാണ്. അപ്പം അതുപോലെ വളരുന്ന വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവം കൊടുത്തതായ ആ വാഗ്ദത്തങ്ങളിൽ അബ്രഹാം സംശയിക്കാതെ വിശ്വാസത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്തു പോന്നു. 75-ാമത്തെ വയസ്സിൽ ദൈവം കൊടുത്തതായ വാഗ്ദത്തമാണ്. ആ വർഷത്തിൽ കൊടുത്തതായ വാഗ്ദത്തങ്ങൾ ഓരോ വർഷം ചെല്ലുന്തോറും വാഗ്ദത്തിൽ അബ്രഹാം ക്ഷീണിച്ചില്ല. അബ്രഹാം തനിക്ക് ലഭിക്കപ്പെട്ടതായ വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത്, ഓരോ ദിവസവും ദൈവത്തിന് മഹത്വം കൊടുത്ത് വിശ്വാസത്താൽ ശക്തിപ്പെട്ടു പോന്നു. ഒരു കാര്യം ഉറപ്പാ, ദൈവം നമുക്ക് വേണ്ടി നൽകി തന്ന വാഗ്ദത്തങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിശ്വാസ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, കർത്താവിനെ ഓരോ ദിവസവും നാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താൽ നിശ്ചയമായിട്ടും സർവകൃപാലുവായ ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. പൂർവന്മാർക്ക് ലഭിക്കപ്പെട്ടതായ വാഗ്ദത്തങ്ങളെ കുറിച്ച്, നോഹയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അതുവരെയും കേൾക്കാത്ത, അതുവരെയും കാണാത്തവയെ കുറിച്ച് നോഹയ്ക്ക് അരുളപ്പാട് ലഭിച്ചിട്ട് അവനെന്ത് ചെയ്തു? ഭയഭക്തി നിമിത്തം ഒരു പെട്ടകം പണിതു. അതുവരെ മഴ പെയ്തിട്ടില്ല. അതുവരെ മഞ്ഞ് മാത്രമാണ് ഭൂമിയിൽ പെയ്ത് ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതുവരെയും പെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് നോഹയ്ക്കൊരു നിശ്ചയമുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ ദൈവം, എന്നോട് ആലോചന പറഞ്ഞ ദൈവം അത് മഴയായി പെയ്ക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ വാഗ്ദത്തങ്ങളെ നോക്കി ഭക്തന് വളരെ നാളുകൾ ജീവിക്കേണ്ടതായിട്ട് വന്നു. നോഹയ്ക്ക് വളരെ നാളുകൾ ജീവിക്കേണ്ടതായിട്ട് വന്നു. ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ നോഹയ്ക്ക് അനേക പരിഹാസങ്ങൾ എറിയേണ്ടതായിട്ട് വന്നു. ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഒരു അധ്യായം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നോഹ ഈ പെട്ടകം പണിയുന്ന കാലഘട്ടത്ത് നോഹയുടെ അടുക്കൽ വന്ന അനേകർ വന്നു പറഞ്ഞു, വട്ടുണ്ടോ മൂപ്പിന് കപ്പൽ പണിയുവാൻ? മണ്ടയ്ക്ക് വലുതും സംഭവിച്ചോ? അനേക പഴിയുടെയും അനേക ദുഷികളുടെയും നടുവിൽ വിശ്വാസത്താൽ നോഹ പെട്ടകം പണിതു. പെട്ടകത്തിന്റെ പണി പൂർത്തിയാകിയപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന്, ഭൂമിയുടെ ഉറവുകളെ തുറന്ന് വലിയ ജലപ്രളയം വലിയ ജലപ്രളയം ദേശത്തിന്മേൽ അയക്കുമെങ്കിൽ ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ചു. ഒരു പോഷനെ പോലെ ദൈവം നൽകിയ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. ഇന്ന് പകൽക്കാലം വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു പോഷനെ പോലെ ഇന്ന് രാത്രിയിലെ സമയം പ്രാർത്ഥിച്ചു തുടങ്ങിയ നാളുകളിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന് വലിയ മഴയുണ്ടെന്നുള്ളത് ഇന്ന് രാവിലെ സമയം അറിയിക്കുകയാണ്. ശക്തമായ ഒരു വലിയൊരു ദൂതുണ്ട്. ഇന്ന് രാവിലെ സമയം ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു പോഷനെ പോലെ വാഗ്ദത്തങ്ങളിൽ സംശയിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തു വന്നാൽ താമസിക്കാതെ നിന്റെ വാഗ്ദത്തങ്ങളിന്മേ, ദൈവം പറഞ്ഞ വാക്കിന്മേൽ ശക്തമായ നിലയിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഇന്ന് രാവിലെ സമയം ദൈവം ശക്തമായ നിലകളിൽ വചനത്തിലൂടെ ഒരു ദൂതറിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം തനിക്ക് ലഭിക്കപ്പെട്ടതായ വാഗ്ദത്തത്തിന്മേൽ സംശയിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തു പോന്നു. റോമാലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, തന്നോട് ചെയ്ത ദൈവം അരുളി ചെയ്ത ദൈവം മരിച്ചവരിൽ നിന്ന് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമെന്ന് അവൻ വിശ്വസിച്ചു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവ വാഗ്ദത്തങ്ങളെ താൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിനു മഹത്വം കൊടുത്തു വന്നു. 100-ാമത്തെ വയസ്സിൽ ദൈവം വിശ്വസ്തനെന്ന് തെളിയിപ്പാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമയങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നാം ക്ഷീണിച്ചു പോകാറുണ്ട്. ദൈവം നമുക്ക് നൽകിയത് വാഗ്ദത്തങ്ങളെ
പലപ്പോഴും ഓർത്ത് നിരാശപ്പെടുന്നവരാണ്. എനിക്ക് ലഭിക്കപ്പെടുന്നതായ വാഗ്ദത്തങ്ങൾ അത് ഇതുവരെ നിവൃത്തിയിരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ജീവിതത്തിന് മുമ്പിൽ പലതും മടയപ്പെട്ടു പോകുകയാ. എന്റെ ജീവിതത്തിന് മുമ്പാകെ പലതും ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ കാണുവാൻ കഴിയുന്നില്ല. അതാണ് ഹബക്കൂക്ക് പറയുന്നത്. ഹബക്കൂക്കിൽ വായിക്കുന്നത് കാര്യം ഇതാണ്. ദൈവത്തിന്റെ ആത്മാവ് ഹബക്കൂക്കിനോട് പറഞ്ഞു, തന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളും തന്റെ ജീവിതത്തിന്റെ നിരാശകളുമെല്ലാം താൻ ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് താൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവനോട് ശക്തമായ നിലകളിൽ ഇടപെടുവാൻ തുടങ്ങി. നിന്റെ ദർശനത്തിന്, നീ ചോദിച്ച കാര്യത്തിന്, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം ഞാൻ ഒരു അവധി വെച്ചിരിക്കുക, അത് അതിന്റെ സമാപ്തിയിലേക്ക് എത്തപ്പെടുക. ഹബക്കൂക്ക് ചോദിച്ചു, അതെങ്ങനെ എനിക്ക് അറിയുവാൻ കഴിയും? അതെങ്ങനെയാണ് ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്? എനിക്കത് നിവൃത്തിയാകുമോ? തമ്പുരാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിനക്ക് ലഭിച്ചതായ ദർശനം നീ തെളിവായി വരയ്ക്കുക. ഞാൻ ചോദിച്ചു, കർത്താവേ, അതെന്തിനാണ് ഹബക്കൂക്കിനോട് അങ്ങനെ പറഞ്ഞത്? തമ്പുരാൻ എന്നോട് പറഞ്ഞു, ചില വാഗ്ദത്തങ്ങള് നിന്റെ ജീവിതത്തിൽ നിരാശ വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോൾ, നീ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, നീ തള്ളപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, നിന്റെ തലമേൽ ചവിട്ടി പലരും കയറുമ്പോൾ നിനക്ക് തോന്നും നിന്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുകയില്ല. നീ നിന്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നു, ഇവിടം കൊണ്ട് പരാജയപ്പെട്ടു, ഇവിടം കൊണ്ട് ഉയർച്ചയില്ല, ഇവിടം കൊണ്ടെല്ലാം നഷ്ടപ്പെടുകയാ എന്ന് നിനക്ക് തീരുമാനിക്കുമ്പോൾ നൽകപ്പെട്ടതായ വാഗ്ദത്തങ്ങളെ നോക്കി പറ, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ, അവൻ വാക്ക് മാറാത്തവനാ. ഹബക്കൂക്കിനോട് പറഞ്ഞ അതാണ്, നിദർശനം തെളിവായി വായിക്കുക, ഓടിച്ചു വായിക്കത്തക്ക രീതിയിൽ എഴുതുക. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഹബക്കൂക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കാലിത്തൂർത്ത് ശൂന്യമായി പോയി, എന്റെ മുന്തിരിവള്ളികളെല്ലാം ശൂന്യമായി പോയി, ഗോശാലകളെല്ലാം ശൂന്യമായി പോയി, എന്നാലും ഞാൻ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുക. കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ മാറാൻ പോവുകയാ. നിങ്ങൾ പറഞ്ഞില്ലേ, ദർശനം താമസിക്കുകയാണ്, ദർശനത്തിന് അവധി വെച്ചിരിക്കുകയാണ്, അത് നടക്കുകയില്ല എന്ന് നിങ്ങൾ പറയുന്ന ഒരു കാര്യമില്ലേ? എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എസ്കേലൂടെ ഇർമ്യാ പ്രവചനത്തിലൂടെ പറയുന്നത്, കാലവും സകല ദർശനത്തിന്റെയും നിവൃത്തി വന്നിരിക്കുന്നു, അത് അടുത്തിരിക്കുന്നു. ദൈവമക്കളെ, കാലങ്ങളും സമയങ്ങളും നമുക്ക് മുമ്പാകെ ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഭാപ്രസംഗി പറയുന്നത്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. നടുവാനൊരു കാലം, ചിരിക്കുവാനൊരു കാലം, കരയുവാനൊരു കാലം, എറിഞ്ഞു കളയുവാനൊരു കാലം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ദൈവസന്നതിൽ ഭാരത്തോടെ നിരാശയോടെയായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നിന്നോടുള്ള ഒരു ദൂതാണ്. ശക്തമായ നിലകളിൽ ഇന്ന് പകൽക്കാലം ദൈവം ഇടപെടുകയാണ്. നീ ഭാരപ്പെടണ്ട. നിന്റെ അഭിഷേകത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എത്തുവാൻ ദൈവത്തിന് കഴിയും. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാ. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവവാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവം തന്ന വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. നിന്റെ സ്തുതികൾക്ക് ദൈവം മാറ്റം കൊണ്ടുവരുവാൻ പോവുക. നാം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എത്തിച്ചേരുവാൻ, ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിച്ചേരുവാൻ നാം വിശ്വസിക്കുന്ന ദൈവം, നാം മഹത്വപ്പെടുത്തുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം അത് സാധിപ്പിക്കുന്ന ദൈവമാ. അതുകൊണ്ടാണ് വിശ്വാസവീരന്മാരെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. എബ്രായ ലേഖനം നാം വായിക്കുമ്പോൾ, 11-ാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസത്താൽ അവർ വീരന്മാരായി തീർന്നു, വിശ്വാസത്താൽ അവർ ശക്തികളെ ഓടിച്ചു, വിശ്വാസത്താൽ അവർ വിജയം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി കാര്യം വിശ്വാസത്താൽ പറയുകയാണ്. വിശ്വാസത്തിന് വലിയൊരു ബലമുണ്ടെന്നാ പറയുന്നത്. അവർ തീയുടെ ബലത്തെ കെടുത്തി തങ്ങളുടെ ജീവിതത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ചില പ്രതിസന്ധികളെ അവർ ജയിപ്പാൻ ഇടയായിത്തീർന്നത് വിശ്വാസത്താല. എന്ന് പകൽക്കാലം ഒരു ദൂത് പറയട്ടെ, നിനക്ക് മുമ്പിൽ എരിഞ്ഞു നിൽക്കുന്ന, നിന്നെ കത്തിച്ചു കളയുന്ന നിന്റെ സഭ പ്രശ്നങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോട് പറ, ഈ പ്രശ്നങ്ങൾക്ക് എന്നെ തകർത്തു കളയാൻ കഴിയില്ല, ഈ പ്രശ്നത്തിന് നിന്നെ ഒടുക്കിക്കളയാൻ കഴിയില്ല. ഇതിന്റെ നടുവിൽ നിന്നെ പുറത്തു വരുത്തുന്ന ഒരു ദൈവമുണ്ട്. വാഗ്ദത്തം നൽകിയതും ദർശനം നൽകിയതും ദൈവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ, ദർശന നിമിത്തവും വാഗ്ദത്ത നിമിത്തവും ചില കാരാഗൃഹത്തിന്റെ അനുഭവങ്ങള്, അവിടെ ചില കണ്ണുനീരിന്റെ അനുഭവങ്ങള് യോസേഫിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നാൽ വാഗ്ദത്തങ്ങൾ നൽകിയ ദൈവം വിശ്വസ്തനാ. വളരെ ശക്തി പറയുക, വാഗ്ദത്തത്തിന് വേണ്ടി ദൈവസ്ഥങ്ങൾ മുറുകെ പിടിച്ചു, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ആരാധിച്ചു. വാഗ്ദത്തങ്ങളിൽ ക്ഷീണിച്ചു പോകരുതേ. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് വളരെ പ്രാർത്ഥനയിലായിരിക്കാൻ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഏറെ നാളുകൾ
3.5 വർഷത്തെ കാലം പ്രാർത്ഥിപ്പാനിടയായി. 3.5 വർഷത്തെ ശുശ്രൂഷയാണ് കർത്താവിനുണ്ടായത്. നാം വായിക്കുവാൻ കഴിയുന്നത് കർത്താവ് ചിലപ്പോഴൊക്കെ ഏകനായി തനിച്ച് നന്നായി ഇരുട്ടുള്ളപ്പോൾ ഒറ്റയ്ക്ക് എവിടെയൊക്കെയോ മാറിപ്പോയിരുന്ന് പ്രാർത്ഥിക്കുക. എന്താ കാരണമെന്ന് എവിടെ പോയി എന്ന് ശിഷ്യന്മാർക്ക് അറിയത്തില്ല. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, തന്നെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിയുന്നവനോട് അവൻ ഉറച്ചു നിലവിളിക്കാൻ. മാറിപ്പോകുന്നത് രാവിലെ അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ ഒറ്റയ്ക്കൊക്കെ മാറിപ്പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് തന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന ചില വിഷയത്തിനുമേൽ ദൈവികമായൊരു വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി താൻ ഏകനായി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഗെത്സമനെ തോട്ടത്തിൽ വന്നപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. ശിഷ്യന്മാരുമായി പോയിരുന്ന് പ്രാർത്ഥിച്ചു. അവനൊരു കല്ലേറ് ദൂരം മാറിപ്പോയിരുന്ന് പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കണ്ണുനീരൊടുക്കി ചില നാളുകൾ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാണുവാൻ കഴിഞ്ഞില്ല എന്ന് തോന്നി. ദൈവം കൈവിട്ടതുപോലെ അവിടുന്ന് ഗെത്സമനെ തോട്ടത്തിൽ നിന്ന് കാൽവരി ക്രൂശോളം യാത്ര പുറപ്പെട്ടു. ആ കഷ്ടതയിൽ, ആ ക്രൂശിന്റെ നടുവിൽ പലരുടെയും ആശ്വാസത്തിന് വേണ്ടി താൻ ആഗ്രഹിച്ചു. പലരും ആശ്വസിപ്പിക്കുന്നതിനുണ്ടോ എന്ന് താൻ ക്രൂശിൽ കിടന്ന് നോക്കി. ഞാൻ ചോദിച്ചു, കർത്താവേ, എത്ര സങ്കീർത്തനക്കാരൻ വായിക്കുന്നത്, വല്ലവരും ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ആരാണ് കർത്താവെ നീ പ്രതീക്ഷിച്ചത്? നീ ആരാണ് ഈ കഷ്ടതയുടെ നടുവിൽ, ഈ ക്രൂശിന്റെ സമയത്ത് നീ ആരാണ് പ്രതീക്ഷിച്ചത്? കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ചിലരെയൊക്കെ പ്രതീക്ഷിച്ചു. ഒരു പാപിയായ സ്ത്രീ, അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ എന്റെ അടുക്കൽ കൊണ്ടുവന്ന ഞാൻ അവളെ വെറുതെ വിടുവാൻ കൽപ്പിച്ചു. ഒരു കുഷ്ഠരോഗി എന്റെ അടുക്കൽ വന്നു, എന്നോട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിരാശപ്പെട്ട് എല്ലാവരും തള്ളപ്പെട്ടവൻ, അവന് ഞാൻ സൗഖ്യം കൊടുത്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു അവനെങ്കിലും എന്റെ ജീവിതത്തിൽ കടന്നു വരുമെന്ന്. ഇത് പകൽക്കാലം ഒരു ദൂതുണ്ട്. നീ പ്രതീക്ഷിക്കുന്ന പലരും, നീ ആഗ്രഹിക്കുന്ന പലരും നിന്റെ പ്രതിസന്ധിയിൽ നിന്നെ കൈത്താങ്ങൽ നൽകിയില്ലെങ്കിലും, നിന്നെ ഒരു ആശ്വാസ വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലം ഒരു ദൂതുണ്ട്. ദൈവ പൈതലെ, നീ ഭാരപ്പെട്ടു പോകണ്ട. നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ സഹായിക്കാൻ കഴിയുന്ന, നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന, വിടിവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവപുത്രന്റെ നാം വായിക്കുന്നത്, അവിടെ കർത്താവ് എല്ലാവരും തള്ളപ്പെട്ടവനായി ക്രൂശിൽ മരിക്കപ്പെട്ടു. സ്വന്തം തോളിൽ നാം വായിക്കുന്നത്, സ്വന്തം തോളിൽ തലച്ചായ്ച്ച് അവൻ പ്രാണനെ വിട്ടു. ഒരുപക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ഒത്തിരി പേർ അവന്റെ തോളോട് ചേർന്നവൻ, ഒത്തിരി തോൾ നെഞ്ചോട് ചേർന്ന് ആശ്വാസം പ്രാപിച്ചവർ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാ. ചിലരൊക്കെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയും, ചിലരൊക്കെ കൈത്താങ്ങൽ നൽകാൻ കഴിയും. എന്നാൽ നമ്മുടെ പ്രതിസന്ധിയിൽ നാം പ്രതീക്ഷിക്കുന്ന പലരും നമ്മെ വിട്ടു മാറുമ്പോൾ സ്വന്തം തോളാണ് നമുക്ക് എപ്പോഴും ആശ്വാസകരമായി തീരുന്നത്. സ്വയമായിട്ട് നാം ആശ്വാസം പ്രാപിപ്പാൻ കഴിയും. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. തന്നെത്താൻ ആശ്വാസം പ്രാപിപ്പാൻ, തന്നെത്താൻ ആശ്വാസം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവേദിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം, ചില മണിക്കൂറുകൾക്ക് ശേഷം, അതുവരെയും മൗനമായിരുന്ന ദൈവം തന്റെ പുത്രന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയായി നമുക്ക് കാണുവാൻ കല്ലറയെ വെളിപ്പെടുവാനിടയായി തീർന്നു. ദൈവം അല്പസമയം മൗനമായിരിക്കുന്നത്, ദൈവം അല്പസമയം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല എന്നോർത്ത് നാം ഭാരപ്പെടണ്ട. ദൈവം നൽകുന്നതായ പ്രാർത്ഥനയുടെ സമയം, ദൈവം വെച്ചിരിക്കുന്ന സമയം, നമ്മുടെ ജീവിതത്തിൽ അല്പം ഭാരങ്ങള്, അല്പം നിരാശകള്, സങ്കടങ്ങള്, ജീവിതത്തിൽ വിവിധമായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മെ അലട്ടിയാലും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. കാരാഗൃഹത്തിന്റെ നടുവിൽ ദൈവം വെളിപ്പെട്ടെങ്കിൽ, കല്ലറയുടെ നടുവിൽ 3-ാമത്തെ ദിവസം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് തന്റെ പുത്രനെ മരണത്തിന്റെ വശങ്ങളെ അഴിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ ഇന്ന് പകൽക്കാലം നമ്മയും കാരാഗൃഹത്തിന്റെ നടുവിൽ നിന്ന്, പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന്, കല്ലറകളിൽ നമ്മെ പുറത്തു കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കുറയരുത്. വിശ്വാസത്താൽ പ്രാർത്ഥിക്കാം, വിശ്വാസത്താൽ ബലപ്പെടാം, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസേനയിൽ ആശ്രയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി. അങ്ങനെയെങ്കിൽ നമുക്ക് വിശ്വാസത്താൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടുത്തില്ല. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വഴിമാറട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിലനിൽപ്പാൻ ഇടയായി തീരട്ടെ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സഖ്യാവിനോട് പറയുന്നത്, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആര്? പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുമ്പാകെ സകല പ്രതികൂലങ്ങളും മാറുന്ന ഒരു സമയമുണ്ട്. എല്ലാ പ്രശ്നങ്ങളും നിന്റെ മുമ്പാകെ സമഭൂമിയാകുന്ന ദിവസമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക. ഏതു തിരമാലയും ഉയർന്നു വന്നാലും ദൈവം പറയുന്നു, അതിനെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് നിന്റെ കാൽക്കൊലോളം വരും. അലറി വരുന്ന തിരമാലകൾ, അലറിപ്പാഞ്ഞു വരുന്ന തിരമാലകൾ, ശക്തിയോട് വരുന്ന തിരമാലകൾ, അത്
ഊക്കൂടെ വന്ന് കരയിൽ വന്ന് അലച്ചു തല്ലി വീഴുമ്പോൾ ഇന്ന് പകൽക്കാലം തിരുവെടുത്ത് പറയുന്നു, നിനക്ക് എതിരെ വരുന്ന പ്രതിസന്ധികൾ, നിനക്കെതിരെ വരുന്ന പ്രതികൂലങ്ങള് അത് നിന്റെ അടുക്കളോളം എത്തും. അവിടെ അത് ഒതുങ്ങിപ്പോകുവാനിടയായിത്തീരും. വിശ്വാസത്താൽ നമുക്ക് നിലനിൽക്കാം. വിശ്വാസത്താൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ പ്രാർത്ഥിച്ചുകൊണ്ട്, വിശ്വാസത്താൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, വിശ്വാസത്താൽ ശക്തിപ്പെട്ടുകൊണ്ട്, പ്രാർത്ഥനയിൽ കുറഞ്ഞു പോകാതെ, മടുത്തു പോകാതെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. ഏലിയ പ്രവാചകനായ ഏലിയാവ് കർമ്മേലിൽ അവൻ പ്രാർത്ഥിപ്പാനിടയായിത്തീരുന്നു. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ തമ്പുരാൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ, മല കയറുന്നവൻ, ഉയരത്തിൽ കയറുന്നവൻ, പ്രതിസന്ധിയിൽ കയറുന്നവൻ. കർമ്മേൽ എന്ന് പറയുന്നത് നിരാശ നിറഞ്ഞ അനുഭവങ്ങളാ. അവിടെ നമുക്ക് കാണുവാൻ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അവിടെ നമ്മൾ കാണുന്നത് വെറും തരിശായ അനുഭവങ്ങളാ, നിരാശ നിറഞ്ഞ അനുഭവങ്ങളാ. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ, കർമ്മയിൽ കയറുന്നവൻ മറുപടി കണ്ടിറങ്ങുന്നവനാ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മുറുകെ പിടിച്ചു. ദൈവം നമുക്ക് വിടുതൽ നൽകുന്ന ദിവസങ്ങളുണ്ട്. സമയങ്ങൾ കാത്തിരിക്കുവാൻ, സമയങ്ങൾ ദിവസത്തിൽ വേറിട്ടിരിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തിരുവെടുത്ത് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കഴിയുകയാണ്, താല്പര്യപ്പെടുകയാണ്. ഗിദെയോൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. നീ അമ്മോനിരെ എന്റെ കയ്യിലേൽപ്പിക്കുന്നുവെങ്കിൽ ഞാൻ കളത്തിലിട്ടതായ ഈ ആട്ടിൻതോല് ഇന്ന് രാത്രി നനയണം. അങ്ങനെയെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്. നാളുകളിൽ നീ വിരിച്ച ആട്ടിൻതോല്, നാളുകളിൽ നീ കരത്തിൽ വിരിച്ച ചില വിഷയങ്ങളുണ്ട്. അത് നിന്റെ കരങ്ങളിൽ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്താൻ പോവുകയാ. അവൻ നേരം വെളുത്തെഴുന്നേറ്റ് ഒരു കിണ്ടി വെള്ളം പിഴിഞ്ഞെടുത്തതുപോലെ നീ കളത്തിൽ വിരിച്ച ചില വിഷയങ്ങളുടെ നടുവിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മ വചനത്തിലൂടെ ശക്തമായ നിലകളിൽ ദൂത് പറയുക. ഇന്ന് പിൽക്കാലം വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു, വിശ്വാസത്താൽ ബലപ്പെട്ടു, വിശ്വാസത്താൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ വലിയവനായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ഈ മീറ്റിംഗിൽ എനിക്ക് അവസരം ഒരുക്കി തന്ന, ഷിക്കാഗോ പ്രയർ ലൈനിൽ എനിക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷിനോടുള്ള പ്രത്യേകമായി നന്ദി, ഇതിന്റെ മറ്റ് ദൈവദാസന്മാര് ദൈവമക്കളോടുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം, എന്റെ ശുശ്രൂഷയോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അത്ര ശക്തമായിട്ടുള്ള വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള വാക്കുകളാണല്ലോ ദൈവവചനം നമ്മൾ കേട്ടത്. പ്രിയമുള്ളവർ, ഞാൻ ഒന്ന് രണ്ട് വാക്കുകളൂടെ പറഞ്ഞതിന് ശേഷം തെങ്ങിൽ വർഗീസ് സഹോദരനെ പ്രാർത്ഥിക്കാൻ സാവകാശമുണ്ടെങ്കിൽ ദയവായി തെങ്ങിൽ വർഗീസ് സഹോദരൻ പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ കേട്ടല്ലോ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഇവിടെ കർത്താവിൻ്റെ ദാസൻ പോയി. എന്നാൽ ഏറ്റവും താല്പര്യത്തോടെ പറഞ്ഞ കർത്താവെ, നിൻ്റെ ആ വേല ചെയ്യുന്നതിന് ഉള്ള വഴികൾ, വാതിലുകൾ, വലിയ വിദ്യാഭ്യാസമോ അതിനുള്ള സാഹചര്യങ്ങളോ ഒന്നുമില്ലായിരുന്നെങ്കിലും ആ ആഴമായിട്ടുള്ള ആഗ്രഹം അത് കർത്താവ് മാനിച്ച് അതിനുള്ള വഴികളും വാതിലുകളും ഒക്കെ കർത്താവ് തുറന്നു എന്നാണല്ലോ നമ്മൾ കേട്ടത്. പ്രിയമുള്ളവർ, നമ്മൾ ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ ചർച്ചിലെ ശുശ്രൂഷയുണ്ട്, എന്നാൽ അതിലൊക്കെ ഏറ്റവും ഒരു ആനന്ദം ഉണ്ടാകുന്നത് ആ സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ, അല്ലെങ്കിൽ വഴിയോരത്ത് നിന്നാണ് എവിടെയാണെങ്കിലും ആ സുവിശേഷം കേൾക്കാത്തവരുടെ മുന്നിൽ സുവിശേഷം പറയുമ്പോൾ ഉള്ള അതാണല്ലോ പൗലോസ് പറയുന്നത്, എൻ്റെ മേൽ ഭാരം കിടക്കുന്നു, സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയൊരു ഭാരം എൻ്റെ മേൽ കിടക്കുന്നു എന്നാണല്ലോ. അതുകൊണ്ട് ആ ഒരു താല്പര്യത്തോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് വലിയൊരു ഭാരമായിട്ട്, അത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു കർത്തവ്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഉത്സാഹത്തോടുകൂടെ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എവിടെയാ ഫണ്ട് കിട്ടുന്നത്, എവിടെയാ വാടക കിട്ടുന്നത്, എന്തൊക്കെയാണ് ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ എനിക്കെന്തോ കിട്ടും എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു താല്പര്യം കർത്താവാണ് നമുക്ക് നൽകുന്നത്. ആ ഒരു ഭാരമുള്ളവരായിട്ട് നമുക്ക് ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, വിശ്വാസത്തോടുകൂടെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നുള്ള ആഴമായിട്ടുള്ള ആ വിശ്വാസത്തോടുകൂടെ നമ്മൾ പോകുന്നുള്ള വിശ്വാസത്തോടും അതുപോലെയുള്ള ആഴമായിട്ടുള്ള ആ പ്രാർത്ഥനയോടും കൂടെ പോകുന്നെങ്കിൽ നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. യാക്കോബിൻ്റെ അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഒരുവൻ വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് വിശ്വാസത്തോടു കൂടിയ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ശക്തിയോടുകൂടെ കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ
തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഷിക്കാഗോ പ്രേരണയുടെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.